ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ ഓൾറെഡി തമ്മിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ പറയാൻ വന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചാണ്. അപ്പോൾ കുറേ പേര് എനിക്ക് കമന്റ്സ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ നമ്മുടെ പേജിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, യൂട്യൂബിന്റെ കമന്റ് സെക്ഷനിൽ പോയി ചാറ്റ് അങ്ങനത്തെ സംഭവം ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തേക്കുന്നത് ഇൻസ്റ്റാഗ്രാം പേജിന്റെ കോൺടാക്ട് ആണ്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ റീസെന്റ് തന്നെ എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ആഡ് പോളിസി എന്ന് പറയുന്ന സാധനം ഭയങ്കര വേസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ അവർ കറക്റ്റ് കാശ് ഉണ്ടാക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. വെച്ചാൽ അവർക്ക് ആഡ് പോളിസിക്ക് വലിയ എന്താ പറയാ ഫിൽറ്ററോ സംഭവമൊന്നും ഇല്ല, എന്ത് പരസ്യം വേണമെങ്കിൽ കൊടുക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന പരസ്യങ്ങൾ 99% ഫേക്ക് ഫ്രോഡുകളാണ് നിറച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഇഷ്ടം അത് പരസ്യങ്ങൾ മാത്രമല്ല, അതിൽ കുറെ പേജസുകളുണ്ട്, അതുപോലെ ഷോപ്പിംഗ് പേജസുകൾ. അപ്പൊ നമ്മൾ മെയിൻ പറയാൻ പോകുന്ന സംഭവത്തിനെ കുറിച്ചാണ്. വെച്ചാൽ നമ്മൾ ഇഷ്ടം പോലെ ആൾക്കാർ നമുക്ക് കമന്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതുപോലെ ഓയിൽ നിന്ന് ഓർഡർ ചെയ്തു, ഡ്രസ്സ് ഓർഡർ ചെയ്തു, ഷൂ ഓർഡർ ചെയ്തു, ഇലക്ട്രോണിക്സ് ഓർഡർ ചെയ്തു, ഫോൺ ഓർഡർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എപ്പോഴും കമന്റ് വരുന്നുണ്ട്. ഒരു മാസത്തിൽ നമുക്ക് ഒരു 3 കമന്റ് വരുന്നത് അതിന്റെ എങ്ങനെ അത് കംപ്ലൈന്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ സൈബർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഈടാക്കൽ പോർട്ടലിൽ കൺസ്യൂമർ ഫോറത്തിൽ കംപ്ലൈന്റ് ചെയ്യാം. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്യൂ ആണ്. ഇങ്ങനത്തെ പേജിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ കംപ്ലൈന്റ് ചെയ്താലും അത് സോർട്ട് ഔട്ട് ചെയ്ത് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആണ്. നമുക്ക് കൺസ്യൂമർ ഈടാക്കിലൊക്കെ പോയിട്ട് ഈ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്യാനേ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്ക് അതിൽ ആക്ച്വലി അവരുടെ രജിസ്റ്റേർഡ് അഡ്രസ്സും GST നമ്പറും സംഭവങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ ഈ പേജിൽ നിന്നൊക്കെ പറയുന്നത് അവർക്ക് രജിസ്ട്രേഷൻ ഒരു സംഭവം, ഇവർ ആക്ച്വലി ഒരു സെൽ ചെയ്യാനായിട്ട് എന്താ പറയുക രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക ഗവൺമെന്റ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ലീഗൽ സൈഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടാൻ ഭയങ്കര കുറവാണ്, ചാൻസ് ഭയങ്കര കുറവാണ്. നോർമലി ഇപ്പോൾ പോലീസുകാരുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കും നിങ്ങൾ ആരോടാ പറഞ്ഞത് വാങ്ങിക്കാൻ പറഞ്ഞത് എന്നൊക്കെ എന്നോ ചോദിക്കും. അപ്പോൾ നോർമലി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോർമലി ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ ഒരു 99% കാശ് തിരിച്ചു കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊന്നും ഇതേപോലെ സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നത് വെച്ചാൽ അതിൽ വേണമെങ്കിൽ ഒരു 5% ഇൻസ്റ്റാഗ്രാം പേജസ് ഒക്കെ കറക്റ്റായിട്ട് അവർ എന്താ പറയുക ഷോപ്പിംഗ്, അതുപോലെ കറക്റ്റായിട്ട് അവർ ഡീലും അതുപോലെ തന്നെ എന്താ പറയുക പ്രൊഡക്ട്സ് സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഒരു 95% ആൾക്കാർ ഫ്രോഡുകൾ ഉണ്ടായി. എന്തായാലും നമുക്ക് ഏതിലായാലും ഒരു കരടുകൾ ഉണ്ടാവുമല്ലോ ഇതുപോലെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മിക്ക ആൾക്കാരും ചെന്ന് പെടുന്ന ഇതിൻ്റെ ആൾക്കാരെ എന്ന് വെച്ചാൽ അവരിലാണ് മെജോറിറ്റി കൂടുതൽ, പെർസെൻറ്റേജ് കൂടുതൽ. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഫ്രോഡുകളിലായിരിക്കും ഒന്ന് പെടുക. അപ്പോൾ ചുമ്മാ കാശ് കുറേ പേർക്ക് നമ്മൾ പൈസ അയച്ചു കൊടുക്കും, പിന്നെ അവന്മാർ ഫോൺ എടുക്കില്ല, എല്ലാം ക്ലോസ് ചെയ്ത് വെക്കും, അവർ ബ്ലോക്ക് ചെയ്യും. ചിലവർക്ക് കാശ് അയച്ചു കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഒരു 20,000 രൂപയുടെ ഡ്രസ്സാകുമ്പോൾ ഓർഡർ ചെയ്താൽ ചിലപ്പോൾ ഒരു 500 രൂപയുടെ ഡ്രസ്സാകുമ്പോൾ വായിച്ചാന്നുണ്ടാവുക. പിന്നെ വിളിച്ചാൽ ഒന്നും കിട്ടില്ല, ഒരു സംഭവം, പിന്നെ ഒരു കോൺടാക്ട് ഉണ്ടാവില്ല. പക്ഷെ അത് പിന്നെയും കിട്ടി, എന്തെങ്കിലും കിട്ടിയെന്ന് തന്നെ പറയാം. കുറേ പേർക്ക് അതിൽ മെജോറിറ്റി ആൾക്കാർക്ക് ഒന്നും കിട്ടുന്നില്ല. പൈസ അയച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പരാവന്മാർ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നിങ്ങളൊരു സാധനം വാങ്ങിക്കാൻ പറ്റത്തില്ല. അത് ഷോപ്പിങ്ങിന് പറ്റിയ സൈറ്റും സംഭവമൊന്നും അല്ല. അപ്പൊ ഇങ്ങനത്തെ സൈറ്റിൽ നിന്നൊക്കെ പോയി ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം നമുക്ക് പറയാമല്ലോ, ഷോപ്പ് അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് പറയാം. അതായത് നമ്മുടെ റിസ്കിൽ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യാം. വേറെ കംപ്ലൈന്റോ സംഭവമൊന്നും പോയി ചെയ്യാൻ പറ്റും ഒരു കാര്യമില്ല കേട്ടോ, കിട്ടില്ല. 99% നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. നിങ്ങൾക്ക് ആകെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ സൈബർ പോലീസിനോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കംപ്ലൈന്റ് ചെയ്യാനാണ്. പക്ഷെ അവർ കംപ്ലൈന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മിനിമം മിക്കവാറും നമുക്ക് തിരിച്ചു കിട്ടുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്നുവെച്ചാൽ നമുക്ക് ഇത്രയധികം ഷോപ്പിംഗ് സൈറ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങളോട് ആരാ ഇതുപോലെ പേജിൽ പോയിട്ട് ഷോപ്പ് ചെയ്യാൻ പോച്ചു, അതായിരിക്കും മിക്കതും ആൻസർ കിട്ടാൻ പോകുന്നത്. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ട, വെറുതെ നമ്മൾ ഹാർഡ് ഏൺഡ് മണി ചുമ്മാ ആൾക്കാർക്ക് ഫ്രോഡിൽ പോയി പെടുത്ത് കളയണ്ട. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു സാധനം വാങ്ങിക്കാൻ പോകണ്ട. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇഷ്ടം പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രോഡ് പരസ്യങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഫൈനാൻഷ്യൽ ഫ്രോഡ് ഇഷ്ടം പോലെ ഇൻസ്റ്റാഗ്രാം കൂടെ നടക്കുന്നുണ്ട്. ഒരു ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും 99% ഫൈനാൻഷ്യൽ ഫ്രോഡ് സോഷ്യൽ മീഡിയ നടക്കുന്നത് ഫുൾ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്കും ത്രൂ ആണ്. അപ്പോൾ ഈ സാധനത്തിൽ കൂടെ ഒന്നും ഒരു സാധനം വാങ്ങിക്കാനോ ഒരു ലോൺ അപ്ലൈ ചെയ്യാനോ അതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. പണി കിട്ടണ വഴി അറിയില്ല. 99% നിങ്ങൾക്ക് പണിയായിരിക്കും കിട്ടുക. എന്ന് വെച്ചാൽ അതിൽ ഭയങ്കര എന്താ പറയുക ഒരു ലെജിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഭയങ്കര കുറവാണ് ഇൻസ്റ്റാഗ്രാമിൽ. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ നമുക്ക് പരസ്യം കൊടുക്കാനോ അതുപോലെ തന്നെ എന്തെങ്കിലും കൊടുക്കാനോ ഒരു എന്താ പറയാ ഒരു പോളിസിക്ക് നമുക്ക് ഒരു ഫിൽട്രേഷനും ഇല്ല. അതാണ് മെയിൻ പ്രോബ്ലം വരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഗൂഗിൾ ആഡ്സിലൊക്കെ പരസ്യം കൊടുക്കാൻ പോയി നമ്മുടെ ഫൈനാൻഷ്യൽ പരസ്യത്തിനൊക്കെ ഭയങ്കരമായിട്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അത്ര അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മുടെ പരസ്യം അത് എന്താ പറയാ എയർ ആക്കില്ല, അതായത് അപ്രൂവ് ആക്കില്ല. നമ്മുടെ ഡീറ്റെയിൽസ് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ എന്താ പറയാ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പരസ്യമൊക്കെ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചില സെബിയുടെ രജിസ്ട്രേഷൻ നമ്പർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഗൂഗിൾ ആഡ്സ് ചോദിക്കുന്ന പരിപാടിയുണ്ട്. ഗൂഗിൾ ആഡ്സ് ഇട്ടാൽ നമ്മുടെ പരസ്യങ്ങളുള്ള പരിപാടി ഉണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ സംഭവത്തിൽ എന്ത് വേണമെങ്കിൽ കൊടുക്കാം, ആർക്കാണെങ്കിൽ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അതേപോലത്തെ പരിപാടിയാണ്. ഒരു കാശ് ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലമൊക്കെ കുറച്ച് പൊട്ടി ആകെ നഷ്ടത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ അത് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ട്.
അപ്പോൾ അതിപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമ്മളതിൽ പോയി ചാടാണ്ടിരുന്നാ പോരെ. അപ്പൊ പിന്നെ അതിന് ഓട്ടോമാറ്റിക്കലി അതിൽ പരസ്യം വരുന്നത് കുറയും. അപ്പൊ അതിന്ന് ഇഷ്ടം പോലെ ആൾക്കാർക്ക് പരസ്യം കൊടുത്തിട്ട് നല്ല ഏർണിങ്സ് വരുന്നുണ്ട്, അതായത് ഫേക്ക് ഫ്രോഡ് ഏർണിങ്സുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഇഷ്ടം പോലെ ഇനിയും പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിൽ പോയി ആൾക്കാർ ചാടാണ്ടിരിക്കാനാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് സംഭവങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ കുറെ പേര് പിന്നെ ഇങ്ങനത്തെ വീഡിയോസോ അതുപോലെ ടെക് വീഡിയോസോ ഫൈനാൻഷ്യൽ വീഡിയോസോ ഒന്നും തിരിഞ്ഞു നോക്കാറേ ഇല്ല. അപ്പൊ അവര് എന്തായാലും 90% പെടുന്നുണ്ട്, പണി കിട്ടുന്നുണ്ട്. കാശ് തിരിച്ചു കിട്ടാൻ വഴി ഭയങ്കര കുറവാണ്. എന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ ലീഗലായിട്ടുള്ള എന്താ പറയാ ഫ്രോഡ് എന്ന് പറഞ്ഞ സംഭവമാണ്, ഇഷ്ടം പോലെ കേസുകൾ പെൻഡിങ് ആണ്. അപ്പൊ പിന്നെ ഇങ്ങനത്തെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എപ്പോഴാ കിട്ടുക, എപ്പോഴാ കിട്ടുമോ ഒന്നും ഒരു പിടിയുമില്ല. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ പോയി ചാടാണ്ടിരിക്കുക. ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഷോപ്പിങ്ങോ ഫൈനാൻഷ്യൽ സംഭവങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കട്ടെ. അതാണ് നമുക്ക് ഫൈനലായിട്ടുള്ള വേർഡിക്റ്റ് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഈ സംഭവം പറയാനാ ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാൻ തന്നെ കാരണം. ഇഷ്ടം പോലെ കമന്റ്സ് നമുക്ക് എല്ലാ മാസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്ഥിരം നമുക്ക് ഒരേ ആൻസർ ഇപ്പോൾ എന്താ പറയുക റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അയച്ചു കൊടുക്കുന്ന പോലത്തെ സ്ഥിതിയാണ്. അതേ സംഭവമാണ്, സെയിം സാധനം വന്നുകൊണ്ടിരിക്കുക. ഡ്രസ്സ് അല്ലെങ്കിൽ ഷൂ ഇതന്നെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എത്ര ആൾക്കാരും ഇപ്പെടുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ കാരണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ലിങ്ക് അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാത്തവരെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അവിടെയും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.